ഫ്രണ്ട്സ്, ഇസ്രായേലിലെ ഞങ്ങളുടെ അടിപൊളി ഏലാത്ത ട്രിപ്പിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചെന്ന് ഡെഡ് സീയിലെ ശാന്തമായ വെള്ളത്തിൽ ബോഡി ഫുൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കലായിരുന്നു കേട്ടോ. നീന്താൻ അറിയാത്തവർക്ക് പോലും ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ സുഖമായി ഒഴുകി നടക്കാം. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ദേ കിടക്കുന്നു ശാന്തസുന്ദരമായി. ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കടലും മലയും വാട്ടർ സ്പോർട്സും ഒക്കെയായി ഒരു ഫുൾ ഓൺ ഫൺ പാക്കേജ് ആയിരുന്നു കേട്ടോ ഈ യാത്ര. വെള്ളത്തിലെ കളികളൊക്കെ കഴിഞ്ഞ് അടുത്തത് ഏലാത്തിലെ പ്രശസ്തമായ മലനിരകളിലേക്കായിരുന്നു യാത്ര. ഈ കാണുന്ന ചുവന്ന പാർക്കൂട്ടങ്ങളും ഡെസേർട്ട് വഴിയും കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഇവിടെ ഇരുന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് കാറ്റും കൊണ്ട് കുറച്ച് സമയം അങ്ങനെ. സൂര്യപ്രകാശം അടിക്കുമ്പോൾ ചുവപ്പും ഓറഞ്ചും തവിട്ടും നിറങ്ങളിൽ തിളങ്ങുന്ന മനോഹരമായ ചെമ്മൺ പാറക്കെട്ടുകളാണിത്. ഈ ചുരത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് കേട്ടോ അത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി കാറ്റും വെള്ളവും പാറകളിൽ തട്ടി ഒഴുകി രൂപപ്പെട്ട ഇടുങ്ങിയ ഇടനാഴികളും വഴികളും പ്രകൃതിയുടെ കയ്യൊപ്പാണ്. പിന്നീട് ഞങ്ങൾ നേരെ പോയത് റെഡ് സീയിലെ വാട്ടർ ആക്ടിവിറ്റീസിലേക്കാണ്. വാട്ടർ ട്യൂബിലും സ്പീഡ് ബോട്ടിലുമൊക്കെയായി കിഡിലൻ റൈഡുകൾ. കൂട്ടത്തിലുള്ളവരുടെ പേടിയും കൂക്കിവിളിയും ഒക്കെ കണ്ടപ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടും ഒന്ന് പേടിച്ചു കേട്ടോ. പക്ഷെ സംഗതി വൻ പൊളിയായിരുന്നു. അടുത്തതായിരുന്നു യാത്രയിലെ മെയിൻ ഐറ്റം. ഇതാ നമ്മുടെ സ്വന്തം സ്കൂബ ഡൈവിംഗ്. കടലിനടിയിലെ മാന്ത്രിക ലോകത്തേക്ക് മീനുകളോടൊപ്പം നീന്തി നടക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്. ആദ്യം ഒന്നും മടിച്ചെങ്കിലും ലൈഫിൽ ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ഉപ്പുവെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു ഗൈസ്. അങ്ങനെ കാറ്റും കടലും ഡൈവിങ്ങും ഒക്കെയായി ഓർക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങളുമായുള്ള ഒരു കിടിലൻ യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.